ഞാൻ CA ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന ടൈമിൽ ഞങ്ങളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ലാസ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എക്സാമൊക്കെ എഴുതുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഒരു 20ൽ ഒരു 15 മാർക്കെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എക്സാമൊക്കെ എഴുതിയത്. പക്ഷേ പേപ്പർ കിട്ടിയപ്പോഴാണ് ഐ വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. 20ൽ 15 പോയിട്ട് എനിക്ക് 2-3 മാർക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് +2 കോളേജും മാതിരിയൊന്നുമല്ല, ഇത് ബിഗ് ലീഗ്സ് ആണ്. ഇത് അത്യാവശ്യം പണിയുള്ള ഗെയിമാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം നല്ല പഠിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. ഐ വാണ്ടഡ് ടു വിൻ, ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ഡു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത സംഭവം എന്താ വെച്ചാൽ ടോപ്പേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓലെങ്ങനെയാണ് പഠിക്കുന്നത്, ഓലെങ്ങനെയാണ് നോട്ട് എടുക്കുന്നത്, ഓലെങ്ങനെയാണ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു. എന്നിട്ട് എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്ത് റീബിൽഡ് ചെയ്തെടുത്തു. എൻ്റെ സ്ലീപ്പുമ്മലാണെന്നുണ്ടെങ്കിലും, എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിയിലാണെന്നുണ്ടെങ്കിലും, എൻ്റെ എൻവയറമെൻറ്റിലാണെന്നുണ്ടെങ്കിലും, എൻ്റെ റൂട്ടീനിലാണെങ്കിലും, ഇതൊക്കെ ഞാൻ പല രീതിയിൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുന്നു. ആൻഡ് ആസ് എ റിസൾട്ട്, ആസ് ടൈം വെൻറ്റ് ഓൺ, ഐ ഗോട്ട് ബെറ്റർ ആൻഡ് ബെറ്റർ. ആൻഡ് ഫൈനലി CA ഇൻ്റർമീഡിയറ്റ് ഫൈനൽ എക്സാം കഴിഞ്ഞപ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റുഡൻസിൻ്റെ ബോട്ടം ഗ്രൂപ്പിലുണ്ടായിരുന്ന ഞാൻ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ബോത്ത് ഗ്രൂപ്പ് ക്രാക്ക് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ അറൗണ്ട് ഒരു ടോപ്പ് 3 പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ക്ലാസ് ടെസ്റ്റ് നടന്നപ്പോൾ എന്നെക്കാളും നല്ല മാർക്ക് വാങ്ങിയിരുന്ന പല ആൾക്കാർക്കും ബോത്ത് ഗ്രൂപ്പ് ക്രാക്ക് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈവൻ ദോ ഞാൻ CA ക്വിറ്റ് ചെയ്താലും ആ ഒരു ജേർണിയിൽ ഞാൻ പഠിച്ചെടുത്ത പല കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസും ഞാനിപ്പോൾ വേറൊരു ഗെയിമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോണ്ടൻറ്റ് ആൻഡ് ബിസിനസ്. പക്ഷേ ഇത് CA ഇൻ്റർമീഡിയറ്റോ CA ഫൗണ്ടേഷനോ പോലെ 6 മാസമോ 7 മാസമോ 8 മാസമുള്ള കളിയല്ല. ഇത് കുറച്ചുകൂടി ലോങ് ടേമൊക്കെ ഉള്ളതാണ്. ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കോണ്ടൻറ്റിൽ എൻ്റെ ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ തുടങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എന്ത് ചെയ്ത് വളരെ വലിയ സ്കെയിലിൽ തന്നെ ഔട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓഡിയൻസിൻ്റെ സൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സ്പീക്ക് ചെയ്യുന്ന എബിലിറ്റി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കോണ്ടൻറ്റ് ക്വാളിറ്റി ആയിക്കോട്ടെ, ഈ സംഭവങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിൽ എൻ്റെ കൂടെ വേറെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. iPhone 13 ഭയങ്കര ലോ ക്വാളിറ്റിയിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യണത്. അത്രയും ലോ ക്വാളിറ്റി വീഡിയോസാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അതേ ടൈമിൽ ഒരുപാട് നല്ല ക്വാളിറ്റി വീഡിയോസ് ഉണ്ടാക്കിയിരുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോണ്ടൻറ്റ് കൺസിസ്റ്റൻ്റ് ആയി ഇടാതായി പല ആൾക്കാരും അന്ന് തുടങ്ങിയ പോലത്തെ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം എൻ്റെ ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ ക്രാക്ക് ചെയ്തു. അതുപോലെ മൾട്ടിപ്പിൾ ഫോർമാറ്റുകൾ, ഷോർട്ട് ഫോം, ലോങ് ഫോം അങ്ങനെ ക്രാക്ക് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റിംഗ്, അതായത് സബ്സ്റ്റാക്ക്, ലിങ്ക്ഡിൻ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് വരാൻ തുടങ്ങി, പുതിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഒരു കോണ്ടൻറ്റ് ടീം ബിൽഡ് ചെയ്തു, ഒരു സ്റ്റുഡിയോ ബിൽഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇഫ് യു ന്യൂ ഹിയർ, എൻ്റെ പേര് ശ്യാം. ഞാൻ ആക്ച്വലി ആൾക്കാരെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകളാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഞാൻ ഒരു ഗൈ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത് ബോയ്സിന് അല്ലെങ്കിൽ മെന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകളാണ്. അതുപോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നീഷിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ബ്രദർഹുഡ് കമ്മ്യൂണിറ്റിയാണ് ഫോർ മെൻ ഹു വാണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ദംസെൽഫ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ meat of the video. Let's talk about the 2 games that people play in life. അതിൽ ഒന്നാമത്താണ് സ്റ്റാറ്റസ് ഗെയിം, രണ്ടാമത്താണ് വെൽത്ത് ക്രിയേഷൻ ഗെയിം. ഈ 2 സംഭവങ്ങളും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ നമ്മളെ സൊസൈറ്റീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഗ്രൂപ്പിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലധികം ആൾക്കാരും കളിക്കുന്നത് സ്റ്റാറ്റസ് ഗെയിം ആയിരിക്കും. സ്റ്റാറ്റസ് ഗെയിം ഫസ്റ്റ് നമുക്ക് വിജയിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ലോങ് ടേമുക്ക് നോക്കുമ്പോൾ അതൊരു ഭയങ്കര രീതിയിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. കാരണം ഒരാൾ സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം, നമ്മൾ തോൽപ്പിക്കണം. വേറൊരാളെ മുകളിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അയാൾ അടിയിലേക്ക് പോകണ്ടേ. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ര ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. ഈവൻ ദോ നമ്മൾ ജയിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുമെങ്കിൽ പോലും പിന്നീട് നമ്മൾ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസ് അവിടെ ഉണ്ടാവും. പക്ഷേ വെൽത്ത് ക്രിയേഷൻ ഗെയിം അതല്ല. വെൽത്ത് ക്രിയേഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സം ഗെയിമാണ്. സ്റ്റാറ്റസ് ഗെയിം എന്ന് പറയുന്നത് 0 സം ആണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് നഷ്ടം വന്നാലേ ഒരാൾക്ക് ഗെയിൻ വരിക എന്നുണ്ടെങ്കിൽ, വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ഒരു വിൻ വിൻ ഗെയിമാണ്. അത് ഞാൻ എക്സാമ്പിൾസ് വെച്ചാണ് പറഞ്ഞുതരാം, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു ആവറേജ് ആൾക്ക് സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 90% അയാളെ മൈൻഡ് പോവുക. ഒരു ആവറേജ് ആളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. മൈൻഡ് പോവുക എങ്ങോട്ടായിരിക്കും? വാൺസിലേക്കായിരിക്കും. അതൊരു അത്യാവശ്യം 30,000-40,000 ആദ്യമായിട്ട് ജോലി കയറിയിട്ട് സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിന് പോലെ മൈൻഡ് പോവുക, ഒരു iPhone 17 Pro EMIക്ക് എടുക്കാം, പുതിയൊരു ബൈക്ക് EMIക്ക് എടുക്കാം, നമ്മൾ വാർഡ്രോബ് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള വാൺസുകളിലേക്കായിരിക്കും ഓരോ മൈൻഡ് പോകുന്നുണ്ടാവുക. പിന്നീട് ആ ലിസ്റ്റ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. ഓരോ EMI ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരും. പിന്നീട് ഏകദേശം ഒരു 5-10 വർഷം കഴിയുമ്പോൾ തന്നെ ഓല ഏകദേശം ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മോൺസ്റ്റർ പോലെ ഓലെന്നെ ക്രിയേറ്റ് ചെയ്തൊരു മോൺസ്റ്റർ. അപ്പോൾ ആ മോൺസ്റ്ററിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓല് ജീവിക്കണ പോലെ ഉണ്ടാവും. അതായത് ഓല ലൈഫ് സ്റ്റൈലിൽ ഓല് ബാക്കിയുള്ള പോലെ ഇമ്പ്രസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി EMIക്ക് ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് പിന്നീട് ഓല് ഏൺ ചെയ്യുന്ന എല്ലാ പൈസയും എന്തിനേ ഉള്ളൂ, ഈ EMI അടക്കാനുള്ളൂ, ഓൽക്ക് ജീവിക്കാനില്ല. ഓല് ജീവിക്കുന്നത് തന്നെ EMI അടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓല് ബാക്കിയുള്ള പോലെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്കായി മാറും. ഇതിനാണ് MJ ഡിമാർക്കോ മില്യണയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ബുക്കിൽ ലൈഫ് സ്റ്റൈൽ സെർവിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
എന്നാൽ വെൽത്ത് ക്രിയേഷൻ ഗെയിം ഒരിക്കലും ഇങ്ങനെയല്ല വർക്ക് ചെയ്യുക. വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് വെൽത്ത് ക്രിയേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവണുള്ളൂ. ഇനി അത് മനസ്സിലായാലും അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും ഈ സംഭവം മനസ്സിലാക്കണം. വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഈസ് ലെറ്റിംഗ് ഗോ ഓഫ് ദ മെറ്റീരിയലിസ്റ്റിക് ഐറ്റംസ് ആൻഡ് ഇമ്മീഡിയറ്റ് പ്ലഷേഴ്സ് ആൻഡ് ദ സ്റ്റാറ്റസ് ദാറ്റ് ബ്രോഡ് ബൈ ദം. അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ പല ലക്ഷറി സാധനങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന കുറച്ച് പ്ലഷറും സ്റ്റാറ്റസൊക്കെ ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ തൽക്കാലത്തിനൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ട്, ഒരിക്കലും വാങ്ങേണ്ട, മെറ്റീരിയലിസ്റ്റ് ആയിട്ട് വാങ്ങേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങേണ്ടെന്നല്ല, പക്ഷേ കുറച്ച് കാലത്തേക്ക് ഒന്ന് സാക്രിഫൈസ് ചെയ്യുക ഒരു ലെവലിക്കൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ലോങ് ടേം അസറ്റുകൾ ബിൽഡ് ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഭാവിയിൽ ഉപകാരം ഉണ്ടാക്കി തന്നെ ലോങ് ടേം അസറ്റുകൾ ബിൽഡ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് നവൽ ലെവിഗാൻ സേസ്, വെൽത്ത് ഈസ് സിംപ്ലി അസറ്റ്സ് ദാറ്റ് ഏൺ ഫോർ യു വൈൽ യു സ്ലീപ്പ്. നിങ്ങളവിടെ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അത് പെട്ടെന്ന് കത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നിങ്ങൾക്കൊരു വെബ്സൈറ്റും ഉണ്ട്, അതേപോലെ അതിൽ കുറച്ച് പ്രൊഡക്ട്സുകളും ഉണ്ട്, അതുപോലെ നിങ്ങളത് സെല്ല് ചെയ്യുന്നത് മെറ്റാ ആഡ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടാണ് നിങ്ങളത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറങ്ങുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഡ് റൺ ആവുന്നുണ്ടാവും, ആൾക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓഫ്ലൈൻ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് നിങ്ങളെ കീഴിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ഫാദറിന് ഒരു ഓഫ്ലൈൻ ബിസിനസ് ഉണ്ട്, മൂപ്പരെ കീഴിലുള്ള ആൾക്കാരാണ് അത് റൺ ചെയ്യുന്നത്, മൂപ്പര അതിൻ്റെ മാനേജിങ് മോഡൽ മാത്രമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഓണറാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ റൺ ചെയ്യാനുണ്ട്. അപ്പോഴും ഇയാൾ ഉറങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇയാൾ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെ ഫാദർ ഉറങ്ങുകയാണെങ്കിൽ പോലും അവിടെ ആൾക്കാർ അവിടെ ബിസിനസ് ചെയ്താണ്ട് റവന്യൂ എന്ത് ചെയ്യുന്നുണ്ടാവും, ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്, നമ്മൾ പണിയെടുക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ്ലി നമ്മളെ ടൈം ട്രേഡ് ചെയ്യാതെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അസറ്റുകളുടെ എക്സാമ്പിൾസാണ്. ഞാൻ ഇതേ സംഭവം എൻ്റെ പേഴ്സണൽ ലൈഫ് വെച്ച് പറഞ്ഞുതരാം. വാട്ട് ദിസ് ലുക്ക് ലൈക്ക് ഇൻ മൈ ഓൺ ലൈഫ്. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ഇൻസ്റ്റഗ്രാമിൽ, ഷോർട്ട് ഫോം കോണ്ടന്റ്. അപ്പോൾ ഞാൻ തുടങ്ങുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അസറ്റുകളോ നോളജോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പോലെ തന്നെ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആകെ ഉള്ളതൊരു iPhone 13 ആണ്, എൻ്റെ പാരൻസ് വാങ്ങി തന്നത്. ഞാൻ CA ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊരു iPhone വേണം, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ പോലെ വാങ്ങി തന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കോണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഫുൾ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഉണ്ടാവും, നടക്കുന്ന വീഡിയോ, സെൽഫി വീഡിയോ, അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ വീഡിയോസ് ഉണ്ടാവും. ഇതിൽ ടെക്സ്റ്റ് കൊടുത്താണ്ട് ഒരു പാട്ടും കൊടുത്താണ്ട് ഇട്ടു, ആ രീതിയിലാണ്. അപ്പോൾ ഭയങ്കര ലോ എഫോർട്ടാണ്. പിന്നെ CAൻ്റെ ഇടയിൽ കൂടെ, ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വല്ലാതെ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടായിരുന്നു. അതേ ടൈം ലൈനിൽ എൻ്റെ ഒപ്പം ഒരുപാട് ക്രിയേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2024. ആ ഒരു ജേണിയിൽ, കഴിഞ്ഞൊരു 1-2 വർഷത്തെ ജേണിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞതനുസരിച്ച് 1-2 വർഷങ്ങൾ പോണ ആ ഒരു ടൈമിൽ ഞാൻ പല പൊട്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സംഭവം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ പൊട്ടത്തരങ്ങൾ കാണിക്കുമല്ലോ. അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വെബ്സൈറ്റിലും ഇതിലൊക്കെ കൊണ്ടുപോയി പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്യാനൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് 2 വട്ടം സ്റ്റാർട്ട് ചെയ്താണ്ട് എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ക്വിറ്റ് ചെയ്തു. അതുപോലെ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ CA ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റൈറ്റിംഗ്, അങ്ങനെ പല സാധനങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആദ്യം ഞാൻ ജസ്റ്റ് എഡിറ്റ് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ, പിന്നീട് അവിടുന്ന് വോയിസ് ഓവർ ആഡ് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഡെയിലി ബ്ലോഗ് ഇടാൻ തുടങ്ങി, പിന്നെ അവിടുന്ന് ടോക്കിംഗ് ഹെഡ് വീഡിയോയിലേക്ക് മാറി. അങ്ങനെ പല സാധനങ്ങളും എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റൊക്കെ എൻ്റെ വ്യൂസൊക്കെ ഭയങ്കര കുറവായിരുന്നു, ഫുൾ എന്താ പറയുക മെസ്ഡപ്പ് ആയിരുന്നു. പിന്നീട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെറിയ രീതിയിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതും കുറച്ച് പൈസ എക്സ്ട്രാ പുറത്തുനിന്ന് കടക്ക് വാങ്ങിയിട്ട് ഇവിടേക്കുള്ള കണ്ടൻറ്റിലേക്കുള്ള സംഭവങ്ങൾ വാങ്ങാൻ തുടങ്ങി. സ്റ്റുഡിയോക്കുള്ള അസറ്റ്സുകൾ, ക്യാമറ, ലൈറ്റ്, മൈക്ക്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ലാക്സ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒപ്പം തുടങ്ങിയ കുറേ ക്രിയേറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ പല ആൾക്കാരും ഓൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ പൈസ, അല്ലെങ്കിൽ കോണ്ടന്റിന് ജസ്റ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ലൈഫ് സ്റ്റൈലാണ് അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. പല ക്രിയേറ്റേഴ്സും എൻ്റെ ഒപ്പം തുടങ്ങിയ ആൾക്കാർ ഇപ്പോഴൊരു നല്ല മൈക്രോഫോൺ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഈ ഒരു ജേണിയിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര മിനിമലായിട്ടാണ് കീപ്പ് ചെയ്തത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ തിങ്സ് ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് റൈറ്റ് നൗ. ഇപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്ത പല ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ഗ്യാപ്പുകൾ ഇനി നെക്സ്റ്റ് 2-3 ഇയേഴ്സിലേക്ക് കൂടി വരും. അതൊരിക്കലും ഞാൻ ഓലെ മുമ്പൊക്കെ എത്തി എന്നുള്ളത് കാണിക്കാനല്ല ഞാൻ പറയുന്നത്. അതുമല്ല ഇവിടെ പോയിന്റ്, അതുമല്ല എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ 2 ഗെയിമിന് ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയതുകൊണ്ടോ അല്ല ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത്. പകരം ഞാൻ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, വെൽത്ത് ക്രിയേഷൻ ഗെയിം. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന്. അതായത് നമ്മൾ എന്ത് സാധനമാണോ ചെയ്യുന്നത് അതിലെ റിസൾട്ടുകൾ കോമ്പൗണ്ട് ചെയ്യുന്ന, അതിലെ റിസൾട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അസറ്റുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ അതേ സമയം ബാക്കിയുള്ള എന്ത് ചെയ്ത് സ്റ്റാറ്റസ് ഗെയിമാണ് കളിച്ചത്. അതുപോലെ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഓല് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ രണ്ടും കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ മനസ്സിലാവും. എൻ്റെ കോണ്ടന്റ് ജേണിയിൽ ഉണ്ടായിരുന്ന വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റിൽ നിന്ന് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം 2025 കഴിഞ്ഞ വർഷം ആണ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും എഡിറ്റ് വീഡിയോസൊക്കെ കുറച്ച് പിന്നെ പ്യൂർലി ടോക്കിംഗ് ഹെഡ് വീഡിയോസിലേക്ക് മാറിയത്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് CA ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ.
അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതിൻ്റെ ഷോർട്ട് വേർഷൻസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് വ്യൂസൊക്കെ തീരല്ലായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം എനിക്ക് തീരെ വ്യൂസ് ഇല്ലായിരുന്നു. ഒരുപാട് ഫോളോവേഴ്സ് പറഞ്ഞത് ഈ ഒരു സംഭവം വേണ്ട, പഴയ രീതിയിൽ മോട്ടിവേഷണൽ വീഡിയോസ് തന്നെ പിടിച്ചോ, ഈ സംഭവം ആരും കാണൂല ബ്രോ എന്നുള്ള രീതിയിൽ. അതുപോലെ പല ആൾക്കാരും എനിക്ക് അഡ്വൈസ് വന്നു, അത്യാവശ്യം ഈ കോണ്ടന്റിനെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാർ എന്നോട് അഡ്വൈസ് വന്നു. അതേപോലെ എനിക്ക് കമൻറ്റുകൾ കിട്ടലുണ്ട്, ബ്രോ കുറച്ച് എഡിറ്റുകളൊക്കെ ആഡ് ചെയ്യും, മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്യും, അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ശരിക്കും അറിയായിരുന്നു എനിക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. എൻ്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ആക്ച്വലി ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും. മ്യൂസിക്കും എഡിറ്റും ഫ്ലാഷും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളെന്താ പറയുക, ലാസ്റ്റ് ഇടുന്ന ഡെക്കറേഷൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്, ഏതൊരു കോണ്ടൻറ്റിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ ജീവിതത്തിൽ ആക്ച്വൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലൈന് സ്ട്രോങ് ആയിട്ട് പിടിച്ചു. ഈവൻ വ്യൂസ് ഇല്ലെങ്കിൽ പോലും ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ എന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, എഡിറ്റിങ്ങും മ്യൂസിക്കിൻ്റെയും ക്വാളിറ്റി അല്ല, കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, കൊടുക്കുന്ന വാല്യൂവിൻ്റെ ക്വാളിറ്റി, ഐഡിയൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൂടുതൽ നല്ല രീതിയിൽ പഠിച്ച് കുറച്ചുകൂടി റിസർച്ച് ചെയ്ത രീതിയിലുള്ള കണ്ടൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് സർപ്രൈസിംഗ് ഒന്നല്ല, എന്തായാലും നടക്കും. പതുക്കെ വ്യൂസുകൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അതും ജസ്റ്റ് വ്യൂസ് കൂടാന്ന് മാത്രമല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഓഡിയൻസാണ് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രെയിൻ റോട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരായിരിക്കും അധികം എന്ത് ചെയ്യുക, ഭയങ്കര രീതിയിൽ എഡിറ്റ് വീഡിയോസ്, ബ്രെയിൻ റോട്ട് സാധനങ്ങളും വാച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ പ്യുവർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഈ വീഡിയോസൊക്കെ കാണുന്ന അധികം ആൾക്കാർ നിങ്ങൾ അധികം ആൾക്കാരും ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് സീരിയസ് ആയിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ്. സോ ദാറ്റ്സ് ദ റിസൾട്ട് ദാറ്റ് ഐ വാണ്ടഡ്. ഈ ഒരു ഗോളിലേക്ക് ഞാൻ എത്തിപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആ CA ജേണിയിൽ ചെയ്ത അതേപോലെ തന്നെ ഞാൻ അന്ന് ടോപ്പേഴ്സിനെ പഠിച്ചല്ലോ, അതുപോലെ തന്നെ ഞാൻ കോണ്ടന്റ് ഗെയിമിലെ ഷാർക്സിനെ പഠിച്ചു, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പഠിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇവരൊന്നും എന്തല്ല കളിക്കുന്നത്, എൻ്റർടൈൻമെൻറ്റ് ഗെയിം അല്ല കളിക്കുന്നത്. വ്യൂസ് അല്ല ആക്ച്വലി മെയിൻ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ലെവറേജ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വാസം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ കണ്ടു അലക്സ് ഒമോസി, ഡാൻകോ, ഹംസ, ആൻഡ്രൂ ഹ്യൂബർമാൻ, ക്രിസ് വില്യംസൺ പോലുള്ള ഒരുപാട് പുറത്തുള്ള ക്രിയേറ്റേഴ്സ് ഒരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓലെ വീഡിയോസ് എത്രത്തോളം ആൾക്കാർക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിൽ എത്രത്തോളം എഡിറ്റ് കയറുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലാഷ് വരുന്നു, എത്രത്തോളം വ്യൂസ് കിട്ടുന്നു എന്നുള്ളതല്ല. അലക്സ് ഒമോസി ഈ അടുത്തായിട്ട് 3ാമത്തെ ബുക്ക് ഇറക്കിയപ്പോൾ, 100 മില്യൺ മണി മോഡൽസ് ഇറക്കിയപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത് ഫോർ ദ ഫാസ്റ്റസ്റ്റ് സെല്ലിംഗ് നോൺ ഫിക്ഷൻ ബുക്ക്. അത് സംഭവിച്ചത് ജസ്റ്റ് ഏകദേശം 3 മില്യൺ കോപ്പീസ് എങ്ങാണ്ടോ വിറ്റുപോയത് ജസ്റ്റ് വീക്കെൻഡിലാണ്. ഏകദേശം അറൗണ്ട് $100 മില്യൺ അതിൻ്റെ അടുത്ത് മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഒരു 1-2 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് യൂട്യൂബിൽ ലൈവ് കിട്ടാണ്ട്. അപ്പോൾ അത് സംഭവിച്ചു ഒരിക്കലും മൂപ്പര സെയിൽസ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മൂപ്പര ഇൻ്റലിജൻസ്, കഴിവ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നല്ല അതിൻ്റെ മെയിൻ. ഇയേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ് ഓഫ് ട്രസ്റ്റാണ്. ആൾക്കാർക്ക് മൂപ്പരോടുള്ള വിശ്വാസമാണ്. അലക്സ് ഒരു സാധനം സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ എന്തായാലും മാറ്റം ഉണ്ടാവും എന്നുള്ള ട്രസ്റ്റ് മൂപ്പര് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി, സ്റ്റഡിയിങ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഈസ് മാൻഡറ്ററി. എന്നാൽ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ഡെഡ് എൻഡാണ്. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ലോങ് ഫോമിലേക്ക് മാറിയപ്പോൾ, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത്, അതിലേക്ക് മാറിയപ്പോൾ ഏകദേശം ഒരു ഫസ്റ്റത്തെ കുറച്ച് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് ഇമിറ്റേഷനാണ്. അല്ലെങ്കിൽ എന്ത് വീഡിയോസാണോ ഞാൻ വാച്ച് ചെയ്യുന്നത് പുറത്തുള്ള ഫോറിനേഴ്സിൻ്റെ, ആ വീഡിയോസിൻ്റെ ഒക്കെ മലയാളം വേർഷൻ ഞാൻ ജസ്റ്റ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന പോലെയായിരുന്നു എനിക്കും ഇപ്പോൾ നോക്കുമ്പോൾ ഫീൽ ചെയ്യണത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. എൻ്റേതായിട്ടുള്ള സ്വന്തം ഒരു പോയിന്റുകളോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലമാണ്, ഞാൻ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് റിയൽ ലൈഫിൽ നമ്മളെ കാണുമ്പോഴൊക്കെ ഒരു പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പല ഹെൽപ്പുകളും ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റക്കാവും. കാരണം എനിക്കതിൽ ആക്ച്വലി എന്തില്ല, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ജസ്റ്റ് തിയറി മാത്രം ഞാൻ കേൾക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അതേപോലെ പഠിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ മലയാളം എന്ത് ചെയ്യും, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് കോർ ഫിലോസഫീസോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇതൊരു പ്രോബ്ലമാണ്, ഇമിറ്റേഷൻ. ജസ്റ്റ് ഓല എന്താണ് ചെയ്യുന്നത് അത് നമ്മളും ചെയ്യാന്നുള്ള സംഭവം, കോപ്പി ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്ത് ചെയ്തു, പിന്നീട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യില്ല. അപ്പോൾ വർക്ക് ചെയ്യാത്തത് ലെസൺസ് ആവും, വർക്ക് ചെയ്ത് എന്താവും, ആക്ച്വൽ റിസൾട്ട് ആവും. അപ്പോൾ ഈ സംഭവങ്ങളായി പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ കോർ ഫിലോസഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ഹെൽപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി എന്നല്ല പറയുന്നത്, പക്ഷേ പല സാധനങ്ങളെ കുറിച്ച് എനിക്ക് സ്റ്റക്ക് ആവാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഉള്ളടക്കം എത്ര ഉള്ളൂ. ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വേറെ ആൾക്കാരെ കോപ്പി അടിക്കേണ്ടെന്നല്ല. ഏതൊരു ഗെയിമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഗെയിം എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് പഠിത്തത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയ്മെൻറ്റിലേക്ക് കയറുകയാണെങ്കിലും ഒക്കെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിലെ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടി വരും. അതായത് എന്താണ് ഇതിൻ്റെ റൂൾസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഓല സ്ട്രെങ്ത്തിനും ഓല വീക്ക്നെസ്സിനും അനുസരിച്ചേക്കാരം ഓല് കളിക്കുന്നുണ്ടാവുക. ഇതേ സംഭവം നമുക്ക് കാലാകാലം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓല തന്നെ ജയിക്കുള്ളൂ. കാരണം ഓല സ്ട്രെങ്ത്ത് ഓല വീക്ക്നെസ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഓല് കളിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റൂൾസ് പഠിക്കുക,
എന്നിട്ട് കോപ്പി ചെയ്യുക, എന്നിട്ട് പതുക്കെ ഇറ്ററേറ്റ് ചെയ്ത് നമ്മളതായിട്ടുള്ള റൂൾസുകൾ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ആ റൂൾസുകൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ റൂൾസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അഡ്വാൻറ്റേജിനനുസരിച്ച് നമ്മൾ മാറണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എന്തിനാണ് ഇവൻ്റെ CA ജേണി വെച്ചാണ്ട് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് സംസാരിച്ചു, സ്റ്റാറ്റസ് ഗെയിമിനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ സ്റ്റഡിങ് ദ ബെസ്റ്റ് പ്ലേസിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊന്നും തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ CA ജേണി എന്താണ്, വെൽത്ത് ക്രിയേഷൻ ആണോ, ഇങ്ങനെ പല ഡൗട്ടുകളും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഈ സംഭവം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് ആക്ച്വലി ഈ സംഭവങ്ങൾ മനസ്സിലായത് ഞാൻ CA ജേണി അല്ലെങ്കിൽ CA എന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ CA എടുത്തത് ഒരു കരിയറായിക്കാണ്ട് സെലക്ട് ചെയ്തത് ഒരിക്കലും എൻ്റെ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ എനിക്കത് എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും നോക്കിയിട്ടൊന്നല്ല. പകരം ജസ്റ്റ് ഒരു +2 കഴിഞ്ഞു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കൊമേഴ്സാണ് എടുത്തത്. അപ്പോൾ ആ ഒരു നല്ലൊരു കരിയറാണ് കണ്ടപ്പോൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കുക, സ്റ്റാറ്റസ് ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ എടുത്തതാണ്. അപ്പോൾ അതാണ് ആക്ച്വൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ആക്ച്വൽ ടോപ്പിൽ എത്താൻ പറ്റാതിരിക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും രാവും പകലില്ലാതെ വർക്ക് ചെയ്താലും ഇതിൻ്റെ അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങായി അവിടെ ഉണ്ടാവും. പക്ഷെ ഓന് ഈ ഗെയിം എൻജോയും കൂടിയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെനുവിൻലി ഓനക്ക് ടാക്സസും അതുപോലെ അക്കൗണ്ട്സും ലോയും ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇഷ്ടമാണ്, എന്നാൽ അതേപോലെ വർക്ക് ചെയ്യാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ എത്ര ഞാൻ നോക്കിയിട്ടും കാര്യമില്ല, ഇവൻ എന്നെ ഔട്ട് വർക്ക് ചെയ്യുന്നത് ചെയ്യും. ഇവൻ എത്ര ആയാലും എന്താവില്ല, ബേൺ ഔട്ട് ആവില്ല, അവൻ എത്ര ആയാലും നിർത്തൂല. കാരണം അവനക്ക് ആ സംഭവം ഇഷ്ടമാണ്. എന്നാൽ അതേസമയം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പുഷ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും. എനിക്ക് ഈ സംഭവം ഇഷ്ടമല്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, ഭയങ്കര ഇതിൽ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ള മൈൻഡോട് കൂടി കഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഒരു റിസെൻമെൻറ്റ് കാര്യങ്ങൾ വരും. എനിക്ക് മതിയായി എന്നുള്ള രീതിയിലോ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതായി വരും. ഈ ഒരു ചങ്ങായി എന്ന് പറയുന്നത് ഏകദേശം ഒരു 5-10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺടച്ചബിൾ ആയിട്ടുണ്ടാവും. The only competition you cannot lose is the one played on terrain only you can own. The intersection of your genuine strengths, your lived experience and a game you choose consciously instead of inheriting. അതായത് ഇത്രേ ഉള്ളൂ. എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഗെയിം എന്ന് പറയുന്നത് നമ്മളെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ ലിവ്ഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ അഡ്വാൻറ്റേജ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ വരുന്ന സംഭവം ഏതാണോ എന്ന് നമ്മൾ കോൺഷ്യസ്ലി ചൂസ് ചെയ്ത ഫീൽഡായിരിക്കും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ജസ്റ്റ് ഒരു വിമ്മിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്ത് കരിയറാണ് നല്ലത്, ഞാൻ എന്താ ചൂസ് ചെയ്യുക, ഞാൻ +2 കഴിഞ്ഞു, CA നല്ലതാണോ, ഡോക്ടർ ആവാൻ പറ്റുമോ, എഞ്ചിനീയർ ആവാൻ പറ്റുമോ, ആർക്കിടെക്റ്റ് ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. പിന്നെ ഞാനിതിനധികം റിപ്ലൈ കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അത്രയും DM കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഓരോരുത്തർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഈ അധികം ആൾക്കാരും ഫോക്കസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ ടൈറ്റിലുകൾ, ഡോക്ടർ, CA, എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിംഗ് എന്നൊക്കെയുള്ള ഈ ടൈറ്റിലുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു മരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസിലുള്ള ലീവ്സോ അല്ലെങ്കിൽ ബ്രാഞ്ചസോ ആണ്. ഇതിൽ ശരിക്കും നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ റൂട്ടാണ്, അല്ലാതെ ബ്രാഞ്ചസ് അല്ല. അധികം ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് തെറ്റായ സ്ഥലത്താണ്. ഈ റൂട്ടാണ് നിങ്ങളാരാണ്, നിങ്ങളെന്താണ്, നിങ്ങളെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങളെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളെ ജെനുവിൻ ഇൻട്രസ്റ്റ് എവിടെയൊക്കെയാണ്, നിങ്ങൾ എവിടെയാണ് ക്യൂരിയസ് ആയിട്ട്, നിങ്ങൾ എന്താണ് എക്സൈറ്റ് ചെയ്യുന്നത്, ആ സാധനങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഈ റൂട്ട്. ആ സാധനങ്ങൾ ഫോളോ ചെയ്യാനുള്ള പാത്ത് വേകൾ മേ ബി CAയിലായിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിലാവാം. പക്ഷെ അതല്ല ആദ്യം നോക്കേണ്ടത്, ഈ ടൈറ്റിലല്ല ആദ്യം നോക്കേണ്ടത്, ഈ റൂട്ട് എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഏതൊരു ഫീൽഡിലും ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിയൽ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. പകരം നമ്മൾ ചെയ്യുന്ന അതേപോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റരുത്, നമ്മളെ വർക്ക് വേറെ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റരുത്, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റരുത്. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇഷാം ആവാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഷാമിൻ്റെ അതേപോലത്തെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഏറ്റവും ബെസ്റ്റായിട്ട് ഹിഷാമിനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹിഷാം ആയിക്കാണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഹിഷാമിന് മാത്രമാണ്. കാരണം എന്താണ്, ഞാൻ എൻ്റെ ജെനുവിൻ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുക. മനസ്സിലായോ? കാരണം നമ്മൾ ഏതൊരു ഫീൽഡിലും ഒത്തൻറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. ഒരു അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ വേറെ ആൾക്ക് കോമ്പീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വയ്ക്കൂല. നോബഡി ക്യാൻ കോപ്പി എ മൂവിങ് ടാർഗറ്റ് ദാറ്റ് ഡസൻറ്റ് നോ ഇറ്റ്സ് ഓൺ നെക്സ്റ്റ് മൂവ് ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോവിങ് ജെനുവിൻ ക്യൂരിയോസിറ്റി. അതായത് ആർക്കും ഒരു അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ കോമ്പീറ്റ് ചെയ്യാൻ വയ്ക്കില്ല. കാരണം അയാൾക്ക് തന്നെ അറിയില്ല അയാളെ നെക്സ്റ്റ് മൂവ് എന്താണെന്നുള്ളത്. കാരണം ജെനുവിൻ ക്യൂരിയോസിറ്റി ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴാണ് എന്താണ് എക്സൈറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരാളെ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അയാളെ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് അത്ര സുഖമല്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ജെനുവിൻലി ക്യൂരിയസ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ നമ്മളെ പർപ്പസ് അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ടാസ്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഇക്കിഗായി, ഇത് നേരെ ഒറ്റയടിക്കാണ് കണ്ടുപിടിക്കുമെന്നല്ല. കാളിങ് ഈസ് നോട്ട് ഫൗണ്ട്, ഇറ്റ് ഈസ് ഫോളോഡ് ഇൻക്രിമെൻ്റലി. ഇതൊരിക്കലും ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ആണ് മൈൻഡിലാണ് കത്താണ് ഇതിൻ്റെ പർപ്പസ് ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലല്ല ഇത് വർക്ക് ചെയ്യാം. ഇതെപ്പോഴും അൺസർട്ടൈൻ ആയിരിക്കും, ഇതെപ്പോഴും ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും. ഇത് നമുക്ക് ഒറ്റയടിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആകെ നമ്മൾ
മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിപ്പോൾ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ജെനുവിൻലി ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്, അത് ഫോളോ ചെയ്യാനാണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് വെയിറ്റ് ചെയ്യുക ഒരു റെവലേഷൻ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബോധോദയം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ കൂടെ വരും ഇതാണ് എൻ്റെ പർപ്പസ് എന്നിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പകരം ഇപ്പോൾ ജെനുവിൻലി നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്, എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, അത് പഠിച്ചാൽ നല്ല രസീകാരം തോന്നുന്നത്. എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. ജെനുവിന് ഉള്ളിൽ നിന്ന് കുറേ കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കരിയർ നിങ്ങൾക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, ഇതല്ല എൻ്റെത്, എനിക്ക് അത് പഠിക്കുക, അതാണ് ശരിക്കും എനിക്ക് ആക്ച്വലി വേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതാണ് നമ്മളോട് പറയാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഞാൻ CA പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നത്, ഇതല്ല എൻ്റെത്, ഇതല്ല ആക്ച്വലി ഇത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും കാലം പഠിച്ചല്ലോ, എൻ്റെ പാരൻസിന് ഇതാക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ പരിപാടി വേറെ എവിടെയാണ്, ഒരു ക്രിയേറ്റീവ് വർക്കിലാണ് എൻ്റെ ഇത് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. പിന്നെ പതുക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ ഇവോൾവ് ആയി ഇങ്ങനെ വരും. റോബർട്ട് ഗ്രീന് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജേർണൽ ചെയ്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് ഈ ഒരു പ്രോസസ്സിനെ ഒന്നുകൂടി ഈസി ആക്കി തരും. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഡിഡ് ഐ ലവ് ബിഫോർ സ്റ്റാറ്റസ് എൻറ്റേർഡ് ദ ഇക്വേഷൻ? അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോളോവേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ പാരൻസിന് എന്താണ് വേണ്ടതെന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്താണ് വേണ്ടതെന്ന് ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ജെനുവിനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് സാധനമാണ് ഉള്ളത്, ഔട്ട്കംസ് ഒക്കെ മാറ്റാം, അതിൽ നിന്നുണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ റെസ്പെക്റ്റ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ജെനുവിനായിട്ട് നമ്മളെ ഫാസിനേറ്റ് ചെയ്താൽ, നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റോ ക്യൂരിയോസിറ്റിയോ നമുക്ക് ഉള്ളിൽ അടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പുള്ള് ചെയ്യുന്ന രീതിയിലുള്ള സാധനം എന്തായിരിക്കും, റിസൾട്ടുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ. പിന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൺ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബോഡി ഉണ്ടാക്കുക, അതേസമയം സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അതേസമയം ഇൻ്റലിജൻ്റ് ആവുക, ബാക്കി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹയസ്റ്റ് പൊട്ടൻഷ്യലിൽ എത്തുക എന്നൊക്കെയുള്ള സംഭവം ഇന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും, പൈസയും ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നെ ജെനുവിൻലി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു പീപ്പിൾ റിപ്പീറ്റഡ്ലി കം ടു മീ ഫോർ ഹെൽപ്പ് വിത്ത്? എനിക്ക് എന്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും കാലം എന്താ പഠിച്ചത്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതല്ല. ജെനുവിൻലി ഏത് കാര്യത്തിലാണ് ആൾക്കാർ എന്നോട് ഹെൽപ്പ് ചോദിക്കൽ, എവിടെ നിന്നാണ് ആൾക്കാർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായി തോന്നൽ. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലൈഫിൽ എൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. അപ്പോൾ ആ ഒരു ജേണിയിൽ ഞാൻ പല ലിമിറ്റേഷൻസും ഫേസ് ചെയ്യുമ്പോൾ, മേ ബി പോൺ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ മേ ബി ലോൺലിനെസ് ആവാം, മേ ബി കോൺഫിഡൻസ് ഇല്ലാത്താവാം, മേ ബി ഡിസിപ്ലിൻ ഇല്ലാത്താവാം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഇന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അഡിക്ഷൻസ് നിന്ന് എസ്കേപ്പ് ചെയ്യുക, സ്ട്രോങ് ആവുക, ഇൻ്റലിജൻ്റ് ആവുക, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചാണ്ട് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഹെൽപ്പ് ചോദിച്ചാണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഇഫ് നോബഡി കുഡ് സീ മൈ പ്രോഗ്രസ് ഫോർ 5 years, വാട്ട് വുഡ് ഐ സ്റ്റിൽ കണ്ടിന്യൂ ഡൂയിങ്? അടുത്തൊരു 5 വർഷത്തേക്ക് എൻ്റെ പ്രോഗ്രസ് വേറെ ആരും കാണുന്നില്ല, പ്രോഗ്രസ്സോ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല, ഞാൻ ആ ചെയ്യണത് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു ഭയങ്കര ബ്രൂട്ടൽ ഫിൽറ്ററാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് ഡ്രിവൻ ആയിട്ടാണ് നമ്മൾ എന്ത് കരിയർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പാത്താണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. പിന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇവന്തോ കരിയർ, ഫോളോവേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങളും യൂട്യൂബും എല്ലാ സാധനങ്ങളും മാറ്റിച്ചാലും ഞാൻ സ്റ്റിൽ നല്ല ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ വെച്ച് എൻ്റെ സ്ലീപ്പും കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ടീച്ച് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് ടീച്ച് ചെയ്ത് ആ ഒരു രീതിയിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് ആ രീതിയിലായിരിക്കും ഞാൻ ജീവിക്കുന്നുണ്ടാവുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനാണ്, വേർ ആം ഐ പ്രൊട്ടക്റ്റിംഗ് മൈ ഇമേജ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കവറിങ് മൈ പൊട്ടൻഷ്യൽ? ഇത് നമ്മളെ ഈഗോനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യും. അതായത് നമ്മളെ ഒരു ആൾക്കാരെ മുമ്പിൽ നമ്മൾ മോശമായി കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാവണ ആ ചടപ്പ് കാരണം നമ്മൾ ചെയ്യാതിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇപ്പം തുടങ്ങിയ പല ക്രിയേറ്റേഴ്സും ഇപ്പം ഞാൻ പല പ്ലാറ്റ്ഫോമുകളും ട്രൈ ചെയ്യുമ്പോൾ ഓല ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നിരുന്നു. അതെന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ എക്സാമ്പിൾ പറയും ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നീട് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അത് ഓൽക്ക് അവിടെ ഒരു ബിഗിന്നർ ആയിരിക്കും, അവിടെ ഒന്നും അറിയണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ച് അത് ഈഗോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല ഹൈ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആൾ, നല്ല രീതിയിൽ ഫോളോവേഴ്സും ലൈക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരാൾ, എൻഗേജ്മെൻ്റ് ഒക്കെ ഉള്ള ആൾ, അത്യാവശ്യം ഹൈ ലെവൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾ പുതിയൊരു ഫീൽഡിൽ തുടങ്ങുമ്പോൾ അവിടെ ഒരു പൊട്ടനാകുമ്പോൾ ഓൽക്കൊരു ചടപ്പുണ്ടാവും. അത്രയും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരാൾ പൊട്ടത്തരം കാണിക്കുമ്പോൾ ആ ചെയ്യുന്നവർക്കൊരു ചടപ്പുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഉണ്ടാവില്ല, എനിക്കില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഓലി പ്ലാറ്റ്ഫോമിൽ വരുന്നത് അവോയ്ഡ് ചെയ്താണ് മാക്സിമം ആയി തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഗ്രോത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താവേണ്ടി വരും, ബിഗിന്നർ ആവേണ്ടി വരും.
നമ്മൾ പുതിയൊരു സാധനം നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ എത്ര പേരുണ്ടായിരുന്നു അതാണ്, പക്ഷേ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ നമ്മൾ ഫെയിൽ ചെയ്യുന്നത് കണ്ടാലോ അവർ മോശമല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് നമ്മൾ ഈഗോനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈഗോനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലൊരു ക്വസ്റ്റ്യനാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഗെയിം ആം ഐ കറൻ്റ്ലി പ്ലേയിങ് ബിക്കോസ് ഐ ചൂസ് ഇറ്റ് ആൻഡ് വാട്ട് ഗെയിം ആം ഐ പ്ലേയിങ് ബിക്കോസ് ഐ ഇൻഹെറിറ്റഡ് ഇറ്റ്. ഇതാണ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ കളിക്കുന്ന ഗെയിം നിങ്ങൾ വിജയിക്കോ ഇല്ലെന്ന് തീരുമാനിക്കുന്ന അൾട്ടിമേറ്റ് ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ CA ജേണിയിൽ തന്നെയായിരുന്നു. എൻ്റെ ഹേർട്ടിൽ അല്ലെങ്കിൽ എനിക്ക് ഉള്ളിൽ എനിക്ക് അറിയായിരുന്നത് ഇതല്ല എൻ്റെ കരിയർ, സംതിങ് വാസ് ദെയർ, സംതിങ് ബെറ്റർ വാസ് ദെയർ, ഐ കുഡ് ബി മോർ. എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്കിനിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ ഓർഡറൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ടാക്സും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുകയാണ് ആ ഒരു പേരിന്. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ അറിയും ഇതല്ല എൻ്റെ ഫീൽഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇനിയുണ്ട്. പക്ഷെ ആ ഒരു ധൈര്യം നമുക്കില്ലേനെ അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് പോകാനുള്ള അന്ന്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ അതിനുള്ളൊരു ബ്രൂട്ടൽ ഫിൽറ്ററാണ്. അതായത് നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡ് തന്നെയാണോ, നമ്മളെ സ്ട്രെങ്ത്തും നമ്മളെ അഡ്വാൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡ് തന്നെയാണോ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ വൺ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു മൗണ്ടെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതിയിലേറെ ക്ലൈംബ് ചെയ്തു. ഇപ്പോൾ CA എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി CA ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞു, ആർട്ടിക്കൽഷിപ്പും പകുതി കഴിഞ്ഞു. അപ്പോൾ ആ മൗണ്ടെയിന് ഏകദേശം ഒരു 60-70% ഞാൻ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യത്തിന് തുടങ്ങണം, ഫസ്റ്റ് 0 തുടങ്ങണം. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര രീതിയിൽ പേടിയുണ്ടാക്കിയൊരു സംഭവം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം എന്താ വെച്ചാൽ, നമ്മൾ ജെനുവൻലി നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പാത്തിൽ നമുക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഇഷ്ടമുള്ള പാത്തിൽ നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു എക്സ്പ്ലോറേഷനാണ്. ഇപ്പോൾ ഈ CA ജേണി ആണെന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് അല്ല. അതിന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇറങ്ങി ഞാൻ തീരുമാനിച്ചു എന്ത് സമയം പോവുകയാണെങ്കിൽ ഇത്ര പോവുകയാണെങ്കിലും ഈ സാധനങ്ങൾ അച്ചീവ് ചെയ്ത് ഇതുവരെ പോവുകയാണെങ്കിൽ പോട്ടെ, ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാത്ത് ഫോളോ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. ലാസ്റ്റത്തെ ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ബിക്കം എ ജനറലിസ്റ്റ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിൻ്റാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ക്വാളിഫൈഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ആവുന്ന സമയത്ത് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കമിങ് എ ജനറലിസ്റ്റ്. ഇപ്പോൾ ഒരിക്കലും നോളജ് എന്ന് പറയുന്നത് ഒരു പവറല്ല. എല്ലാവർക്കും എന്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അത് യൂട്യൂബിൽ നിന്നാവാം, ക്ലൗഡ് യൂസ് ചെയ്താലും ChatGPT ആവാം, എങ്ങനെയായാലും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യും ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അതൊരു പവറല്ല. അപ്പോൾ നിങ്ങളെ മൊത്തം ലൈഫ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ആവാനാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവത്തിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു കരിയർ ഫോക്കസ്, ഞാൻ പറഞ്ഞ പോലെ ആ റൂട്ടിലല്ല പക്ഷേ ആ ഒരു കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു ചങ്ങായി ഇത് നിങ്ങളെക്കാട്ടും കൂടുതൽ വർക്ക് എത്തിക്കുണ്ട് ഈ ഒരു ഫീൽഡിൽ, അതുപോലെ തന്നെ നിങ്ങൾ അത്ര സാലറിയും വേണ്ട എന്നുള്ള രീതിയിൽ വരുന്നൊരു ചങ്ങയാണെന്നുണ്ടെങ്കിൽ ഓൻ നിങ്ങളെ ഡെഫിനറ്റ്ലി റീപ്ലേസ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു ജനറലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്കില്ലുകൾ കമ്പൈൻ ചെയ്താണ്ട് നിങ്ങളെ ജെനുവിൻ ക്യൂരിയോസിറ്റി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പല സാധനങ്ങൾ നിങ്ങൾക്ക് സ്കില്ലുണ്ടായി, ആ സ്കില്ലുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അത് നിങ്ങൾ ഏൺ ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ഹൂ ക്യാൻ റീപ്ലേസ് യു. ഇപ്പോൾ ഞാൻ ഇന്നത്തെ തന്നെ ഒരു എക്സാമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ജനറലിസ്റ്റാണ്. പണ്ട് ഞാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു CA സ്റ്റുഡൻറ്റ്, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ജനറലിസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. ഞാൻ ജെനുവൻലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് എൻ്റെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ വേർഷൻ ആവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. ഫിറ്റ്നസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുന്നു, സയൻസ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുന്നു, സൈക്കോളജി ബേസിക് ഐഡിയ ഉണ്ടാക്കുന്നു, മാർക്കറ്റിംഗ് സെയിൽസ് പഠിക്കുന്നു, റൈറ്റിംഗ് പഠിക്കുന്നു, സ്പീക്കിംഗ് പഠിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഐഡിയാസോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളോ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് യൂട്യൂബ്. ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ, ഫേസ്ബുക്ക് അതുപോലെ സബ്സ്റ്റാക്ക് അതുപോലെ തന്നെ, ഇപ്പോൾ ലിങ്ക്ഡിനിൽ തുടങ്ങണമെങ്കിൽ അതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ജസ്റ്റ് ഒരു എ വേ ഓഫ് കൺവേയിങ് ആണ്. പക്ഷേ ഈ ഒരു സംഭവങ്ങളിൽ ഞാൻ തരുന്നത് മൾട്ടിപ്പിൾ സ്കിൽസുകൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മാത്രം കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി പല ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ കുക്ക് ചെയ്താണ്ട് ആക്കിയാണ് നിങ്ങൾക്ക് തരാണ്. അപ്പോൾ വേറെ ആൾക്കാർ അത് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലെ ജെനുവിൻ ക്യൂരിയോസിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വലിയ സംഭവമാക്കി പറയല്ല കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സംഭവം എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞത്. ഞാൻ അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ വെച്ചാണ് ഞാൻ എന്ത് ചെയ്തു എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കി. ഞാൻ പറയുകയാണ് ഇതിലെ പോയിൻ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ജനറലിസ്റ്റ് ആണ്, നിങ്ങൾ പല സ്കില്ലുകളും ഒരുമിച്ച് കൂട്ടി നിങ്ങൾ അതിന് ഏൺ ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിയനാർഡോ ഡാവിഞ്ചി. 1400-കളിൽ ഇറ്റലിയിലുള്ള ഒരുപാട് പെയിൻറ്റേഴ്സ് ആരാണ് ബെസ്റ്റ് പെയിൻറ്റർ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലിയനാർഡോ ഡാവിഞ്ചി അതിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിച്ചത്. ഇപ്പോൾ മൂപ്പരും ആ കൂട്ടത്തിൽ കോമ്പീറ്റ് ചെയ്യായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ മൂപ്പരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, മൊണാലിസ എന്ന് പറഞ്ഞ വർക്കൊന്നും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാവരും ബെസ്റ്റ് പെയിൻറ്റർ ആവാൻ വേണ്ടിയിട്ട് ആ പെയിൻറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ ലിയനാർഡോ ഡാവിഞ്ചി ആദ്യം എന്ത് ചെയ്ത്
പെയിൻറ്റിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത്. പിന്നെ എന്ത് ചെയ്ത് അനാട്ടമി പഠിച്ച്. പിന്നെ മൂപ്പർക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് എഞ്ചിനീയറിംഗ് ആയപ്പോൾ അത് പഠിച്ച്. മൂപ്പർക്ക് ലൈറ്റിനെ വാട്ടറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തോന്നിയപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മൂപ്പർക്ക് ഫോക്കസ് ഇല്ല, മൂപ്പർ ഇങ്ങനെ ഫീൽഡ് മാറി കളിക്കുകയാണെന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ളവരെക്കാട്ടും അടിപൊളിയായിട്ട് മനുഷ്യന്മാരെ പെയിൻറ്റ് ചെയ്യാൻ മൂപ്പരെ സഹായിച്ചത് മൂപ്പർക്ക് അനാട്ടമിയിലുള്ള നോളജാണ്. ആ മസിൽസും ഹ്യൂമൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റിയത്. വേറെ ആർക്കും കാണാൻ പറ്റാത്ത പാറ്റേൺസ് കാണാൻ വേണ്ടിയിട്ട് മൂപ്പർ ഹെൽപ്പ് ചെയ്തത് മൂപ്പർ എഞ്ചിനീയറിങ്ങിലുള്ള സ്കില്ലാണ്. അതുപോലത്തെ ബാക്കി ഫീൽഡൊക്കെ മൂപ്പർ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ബാക്കി എല്ലാ പെയിൻറ്റേഴ്സും പെയിൻറ്റിങ്ങിൽ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് ഞാനാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കച്ചറോടാണ്, കുറേ ആൾക്കാർ ഇങ്ങനെ റൈസ് ചെയ്യാണ്. ലിയോണാർഡോ ഡാവിഞ്ചി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാറുന്നാണ്ട് മൂപ്പർ മാത്രമുള്ള സാധനം മൂപ്പരാണ് ബിൽഡ് ചെയ്തു. മൂപ്പർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, മൂപ്പർ മാത്രമുള്ള ആ റേസിൽ അങ്ങനെ ഒരു സാധനം മൂപ്പരാണ് ബിൽഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ മൂപ്പർ ഓർമ്മ വരുന്നത്, ബാക്കിയുള്ള ആൾക്കാരൊന്നും നമ്മുടെ മൈൻഡിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് മൂപ്പർ അത്രയും അടിപൊളി ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലെസൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്പെഷ്യലിസ്റ്റുകൾ യൂസ്ലെസ് ആണ് എന്നുള്ളതല്ല. ലിയോണാർഡോ ഡാവിഞ്ചിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും മൂപ്പർ ആദ്യം എന്ത് ചെയ്തതാണ്, പെയിൻറ്റിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തതാണ്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, മൂപ്പർക്ക് ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല സ്കില്ലുകളും അതിൻ്റെ കൂടെ പഠിച്ചെടുത്തു. ഇങ്ങനെ മൾട്ടിപ്പിൾ സ്കില്ലുകൾ കമ്പൈൻ ചെയ്തിട്ട് അത് പെയിൻറ്റിങ്ങിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ മൂപ്പർ ഒരു സംഭവം ബിൽഡ് ചെയ്തെടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മൂപ്പരെ വർക്ക് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൂപ്പർ എന്ത് ചെയ്ത് ഈ എല്ലാവരും ഒരു കാര്യത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളായി മാറിയത്. സോ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഹൗ ഡു യു ആക്ച്വലി ഡിസ്ട്രോയ് യുവർ കോമ്പറ്റീഷൻ. ഇപ്പോൾ ഞാൻ എൻ്റെ CA ജേണിയിൽ ചെയ്ത പല ടാക്ടിക്സുകളും, അതായത് സ്റ്റഡിങ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ്, അതുപോലെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫുൾ പ്ലാനുകൾ ബാക്കിയുള്ളവരോട് റിവീൽ ചെയ്യാതിരിക്കുക, പിന്നെ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, ഓലെ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം CA എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഷ്യസ്ലി എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയൊരു ഫീൽഡായിക്കാണ്ട് ഞാൻ കണ്ടുകാണ്ട് ചൂസ് ചെയ്തൊരു സംഭവമല്ല. മനസ്സിലാവും? അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെ ടാക്ടിക്സ് ഉപയോഗിച്ചാലും എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാലും അതെന്താണ് ഇതിനേക്കാളും കൂടുതൽ അത് ഇഷ്ടമുള്ള വർക്കത്തേക്കുള്ള ആളിനെ എന്തായാലും ഔട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതും എന്താണ് ഒരു സ്റ്റാറ്റസ് ഗെയിമാണ്, ഇതും ഒരു സീറോ സം ഗെയിമാണ്. വേറൊരാളെ തോൽപ്പിച്ചാൽ എനിക്ക് അയാളെ മുമ്പ് എത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഗെയിം തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഒന്നും എനിക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റണില്ല. ആ ഒരു പിക്ചർ ഞാൻ ക്ലിയർ ആയി കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ജെനുവൻലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ മനസ്സിലാക്കിയത് റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷനാണ്. അതിപ്പോൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്കിൽസും നമ്മളെ ഇൻകം ആയിക്കോട്ടെ, നമ്മളെ ഔട്ട്പുട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് തരുന്ന അസറ്റ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെയുള്ളവർ തോറ്റിട്ട് വേണം നമുക്ക് മുമ്പേക്ക് എത്താൻ എന്നുള്ള രീതിയിലുള്ള ഗെയിം കളിക്കുന്നതിൻ്റെ പകരം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനിൽ, നമ്മൾ ചൂസ് ചെയ്ത ടെറൈനിൽ നമ്മൾ മാത്രം ആ റേസിലുള്ള രീതിയിലുള്ള ഒരു സംഭവം, ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ നോർമൽ ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു ഫീൽഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സീറോ സം ഗെയിം കയറി കളിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു റേസ് ട്രാക്ക് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ ട്രാക്കുകൾ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ വരിക്ക് നിൽക്കുന്നു, ഇവരെല്ലാവരും ഒരേപോലത്തെ ആൾക്കാരാണ്, ഇവർ എന്നിട്ട് റേസ് ചെയ്യുന്നു. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അയാൾ മാത്രം ജയിക്കുന്നു, ബാക്കിയുള്ളവർക്ക് സെക്കൻഡും തേർഡ് അങ്ങനെയൊക്കെയാണ് വരിക ഒരു റേസിൽ. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ജനറലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മളെ ജെനുവിൻ ക്യൂരിയോസിറ്റി, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ റേസ് എല്ലാവരും ഒരേപോലെ കളിക്കുന്ന ഈ റേസിന് നമ്മൾ മാറി നിന്നാണ്ട് എന്ത് ചെയ്യണം, നമ്മൾ റിവേഴ്സ് ചെയ്യാൻ ചിലപ്പോൾ ഓടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഒടുക്കിലേക്ക് നമ്മൾ ഓടുണ്ടാവുക. ആ റേസിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ ടൈം ലൈൻ ഇല്ല, എൻഡ് ഗോൾ ഇല്ല, അതുപോലെ ആരായിട്ടും കമ്പയർ ചെയ്യാനില്ല. കാരണം അതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ കാര്യങ്ങൾ തന്നെ നമ്മൾ അടുത്ത് ചെയ്യുക എന്താണെന്നുള്ളത് അൺപ്രെഡിക്റ്റബിൾ കാര്യം, നമുക്ക് പോലും അറിയുണ്ടാവില്ല. കാരണം അത് എന്താണ് ക്യൂരിയോസിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി ഹൗ ടു ഡിസ്ട്രോയ് യുവർ കോമ്പറ്റീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതൊരിക്കലും എന്തല്ല എല്ലാവരും എവിടെയാണോ കോമ്പീറ്റ് ചെയ്യുന്നത് അവിടെ പോയിക്കാണ്ട് ഓലങ്കാട്ടോ അടിപൊളിയാവുക എന്നല്ല. പകരം വേറെ ആർക്കും നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡിലേക്ക് കംപ്ലീറ്റ്ലി നമ്മളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആക്ച്വലി എന്തില്ല, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല, അവിടെ ഒരു റേസും ഇല്ല, അവിടെ വിന്നും ഇല്ല ലൂസും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് CA എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു വേസ്റ്റ് ടൈമല്ല. CAയിൽ പോയോണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് ഇന്ന ഒരു ഏറ്റവും ഡൗണിന്ന് ഒരു 2-3 മാർക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ക്ലാസ്സിലെ ടോപ്പ് 3 ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എൻ്റെ ഫീൽഡല്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡിൽ നമ്മൾ ചൂസ് ചെയ്ത ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ എന്തുണ്ടാവും, ഒരു ലിമിറ്റ് ഉണ്ടാവും. ഈ സംഭവമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഈ ലെസൺസ് ഒക്കെ എനിക്ക് വന്നത് ആ ഒരു ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ആ ഒരു മൗണ്ടൈൻ്റെ ഏകദേശം പകുതി അല്ലെങ്കിൽ പകുതിനേക്കാളും കയറേണ്ടി വന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. കാരണം എവറിത്തിങ് ഹാപ്പൻഡ് ദ വേ ഇറ്റ്സ് സപ്പോസ് ടു ഹാപ്പൻ.
സോ ഐ തിങ്ക് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി ന്യൂസ് ലെറ്റേഴ്സൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ, വീഡിയോ കാണാതെ വായിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ഒരു ന്യൂസ് ലെറ്റർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതാണ്, ഔട്ട്ലെയർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മെയിലേക്ക് വരും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.